പ്രതിനിധി നമ്മുടെ അമേരിക്കൻ പ്രതിനിധി മധു കൊട്ടാരക്കര അലാസ്കയിൽ എത്തിച്ചേർന്നു. 8-9 മണിക്കൂർ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് യാത്ര ചെയ്താണ് മധു അവിടെ എത്തിയിട്ടുള്ളത്. കല്ലും മുള്ളും നിറഞ്ഞ പാതയല്ല, നല്ല നാഷണൽ ഹൈവേ വഴിയാണ് അദ്ദേഹം. എനിക്കൊന്ന് ഫ്ലൈറ്റിലായിരുന്നു യാത്ര, പിന്നെ കാറ് മാർഗമൊക്കെ യാത്ര ചെയ്ത് മധു കൊട്ടാരക്കര ദേ നിൽക്കുന്നു അലാസ്കയിലെ അമ്പിളിക്കുട്ടനായിട്ട് വിലസുകയാണ് മധു കൊട്ടാരക്കര. കൊട്ടാരക്കര പോലൊരു ചെറിയ പട്ടണമാണ് അലാസ്ക എന്നുള്ള ഒരു പ്രയോഗം നടത്തി എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. മധു പറയൂ. ഗുഡ് മോർണിംഗ് അഗെയിൻ. സ്വാതന്ത്ര്യദിന ആശംസകളും വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ചരിത്രത്തിലേക്ക് വീണ്ടും ഈ അലാസ്ക എന്ന് പറയുന്ന സംസ്ഥാനം ഒരുപക്ഷെ കാണുന്നുണ്ട്. കാര്യം അലാസ്കയിൽ നിന്ന് മധു കൊട്ടാരക്കര സംസാരിക്കണം. അലാസ്ക എത്രയോ കടലിനകലെയുള്ള ഒരു സ്ഥലമാണ്, കടലുകൾ കടന്നു വേണം അവിടെ എത്താൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിഗ്നൽ അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പത്തനംതിട്ടയിലെ കോന്നിയിൽ നിന്ന് പോലും സിഗ്നലിന് അപകടം ഉണ്ടാകുന്ന ഒരു കാലത്ത് അമേരിക്കയിലെ അലാസ്കയിൽ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മധു കൊട്ടാരക്കരയുമായി ബന്ധപ്പെടാൻ നമ്മൾ വീണ്ടും ശ്രമിക്കുന്നുണ്ട്. ഇന്ന് ട്രംപിൻ്റെയും അതുപോലെ തന്നെ പുടിൻ്റെയും കൂടിക്കാഴ്ച ഒരുപക്ഷെ ലോകത്ത് പ്രത്യേകിച്ച് യുക്രൈൻ യുദ്ധത്തിന് മറപിടിച്ചിടാൻ ഉപകരിക്കുമെന്നുള്ള കാര്യം ലോകം ഉറ്റുനോക്കുകയാണ്. വളരെ പെട്ടെന്ന് 16 ദിവസങ്ങൾ കൊണ്ട് തീർക്കാൻ വേണ്ടി പുടിൻ ആരംഭിച്ച യുക്രൈൻ യുദ്ധം റഷ്യയ്ക്കും നല്ല വിനാശങ്ങൾ ഉണ്ടാക്കി ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. മധു കൊട്ടാരക്കര വീണ്ടും ചേരുന്നു അലാസ്കയിൽ നിന്ന്. അലാസ്കയിൽ നമ്മുടെ അവിടുത്തെ മൊബൈൽ കമ്പനിയുടെ സിഗ്നൽ അത്ര പോരല്ല മധു. എസ് കെ, ഞാനിപ്പം താമസിക്കുന്ന ഹോട്ടലിന്റെ മുമ്പിൽ നിന്നാണ് ഈ ലൈവ് ചെയ്യുന്നത്. പക്ഷേ വൈറ്റ് ഹൗസിന്റെ ഒരു കൺവെൻഷൻ സെന്റർ ആണ് അവര് ഈ മാധ്യമ പ്രവർത്തകർക്കായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകും. പിന്നെ അവിടുന്ന് അവർക്ക് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട്. അതുമാത്രമല്ല, ഇത് എയർഫോഴ്സിന്റെ ഒരു വ്യോമസേന കേന്ദ്രത്തിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി റീസൺ കാരണം ഈ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് വന്ന മാധ്യമപ്രവർത്തകരുണ്ട്. അപ്പൊ ഈ മാധ്യമപ്രവർത്തകരെ എല്ലാം ഒരുമിച്ച് ഒരു വാഹനത്തിലായിരിക്കും ഒരുപക്ഷെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത. ഒറ്റയ്ക്കൊന്നും നമുക്ക് അവിടെ പോകാനായിട്ട് പറ്റത്തില്ല. തന്നെയുമല്ല, ഈ തെരഞ്ഞെടുത്തത് തന്നെ ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു വലിയ പ്രോസസ്സിൽ കൂടിയായിരുന്നു. സാധാരണ രീതിയിൽ ഇത്തരം യാത്രകൾ ചാർട്ടേഡ് വിമാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിന്റെ രഹസ്യ സ്വഭാവം, കാര്യം മറുവശത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ആയതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും അതീവ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കൂടിക്കാഴ്ച ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില നിയന്ത്രണങ്ങൾ ഈ യാത്രയിൽ ഉടനീളം ഉണ്ടായിരുന്നു. തന്നെയുമല്ല, ഈ ഏറ്റവും ഒടുവിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പെയാണ് നാളെ നടക്കുന്ന ഈ കൂടിക്കാഴ്ച എവിടെ ആണെന്ന് പോലും ഉറപ്പിച്ചു പറഞ്ഞത് റഷ്യൻ മാധ്യമങ്ങളിൽ നിന്നാണ്. മറ്റു മാധ്യമങ്ങൾ ഇത് ചോർത്തിയെടുത്തത്. പക്ഷെ ഔദ്യോഗികമായിട്ട് പോലും ഏറ്റവും ഒടുവിലാണ് ഈ അറിയിപ്പ് വന്നത്. എസ്കൻ, ഈ കൂടിക്കാഴ്ചയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുക്രൈനിൽ സമാധാനം കൊണ്ടുവരേണ്ടത് പുടിന്റെയും ഒരു ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. കാര്യം റഷ്യയുടെ ആയുധങ്ങൾ കുറഞ്ഞു വരുന്നു. അത് മാത്രമല്ല, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് യുക്രൈനിൽ സമാധാനം അധികാരമേറ്റാൽ 24 മണിക്കൂറിനുള്ളിൽ കൊണ്ടുവരുമെന്നായിരുന്നു. പുടിനിൽ വലിയ ആത്മവിശ്വാസമായിരുന്നു ട്രംപിനുണ്ടായിരുന്നത്. എന്നാൽ പയ്യെ അത് 6 മാസമായപ്പോഴത്തേക്കും അത് അകന്നകന്നു പോകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഏറെ ഗ്രഹപാഠം നടത്തിയതിനു ശേഷമാണ് ട്രംപ് വരുന്നത്. യൂറോപ്യൻ നേതാക്കളുടെ ഏറ്റവും വലിയ ഭയം പുടിൻ ഏതെങ്കിലും രീതിയിൽ ട്രംപിനെ കുഴിയിൽ കൊണ്ട് ചാടിക്കുമോ എന്നുള്ള ഒരു ആശങ്ക അവർക്ക് വലിയ തോതിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇന്നലെ അടിയന്തരമായിട്ട് സെലൻസ്കിയും വെച്ചുകൊണ്ട് ഒരു സംയുക്ത കോൺഫറൻസ് കോൾ നടത്തി. ഒരു കരാറിലും ഒപ്പിടരുത്, യുക്രൈന്റെ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു കരാറും സമ്മതിക്കരുത്. അത് മാത്രമല്ല, സെലൻസ്കി ഉൾപ്പെടെയുള്ള ചർച്ചകളിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത് ട്രംപ് അല്പസമയം മുമ്പ് പറഞ്ഞത് ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ആയിരിക്കും. പക്ഷേ പുടിന്റെ മനസ്സിലുള്ളത് യുക്രൈൻ മുഴുവനായിട്ട് വേണമെന്നാണ്. അത് മുഴുവനായിട്ട് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളൊരു സൂചന ഡൊണാൾഡ് ട്രംപ് നൽകുകയും ചെയ്യുന്നുണ്ട്. സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് നാളെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എസ്. ട്രംപിൻ്റെയും പുടിൻ്റെയും കൂടിക്കാഴ്ച നടക്കുന്ന അമേരിക്കയിലെ അലാസ്കയിൽ നിന്ന് ഞങ്ങളുടെ അമേരിക്കൻ പ്രതിനിധി മധു കൊട്ടാരക്കര സംസാരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും വരുന്ന ബുള്ളറ്റിനുകളിലും അലാസ്കയിൽ നിന്ന് മധുവിൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരിക്കും. ലോകം ഉറ്റുനോക്കുന്ന ഈ കൂടിക്കാഴ്ച കവർ ചെയ്യാൻ പോയ ഏക മലയാള മാധ്യമമായി 24 മാറുന്നു. വൈറ്റ് ഹൗസിൻ്റെ പ്രത്യേക അനുമതി പ്രകാരമാണ് നമ്മുടെ പ്രതിനിധി അലാസ്കയിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ